പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ ഊഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ഇപ്പോൾ സിസ്റ്ററിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും സിസ്റ്റർ പറയാൻ ആഗ്രഹിക്കുന്നത് ഭാഗിക ദണ്ഡവിമോചനങ്ങളെക്കുറിച്ചാണ്. പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ നമ്മൾ പറഞ്ഞു, ഫുള്ളായിട്ട് പറഞ്ഞു, എങ്ങനെ ഒരുങ്ങണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഭാഗിക ദണ്ഡവിമോചനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് തനിച്ച് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒരാളുടെ സഹായം വേണ്ട. ഭാഗിക ദണ്ഡവിമോചനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യവസ്ഥകൾ പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ അത്രയ്ക്ക് ഇല്ല. ഇത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കണം, പ്രസാദപരാവസ്ഥയിലായിരിക്കണം. മാരക പാപങ്ങൾ ഉണ്ടാകാൻ പാടില്ല, പ്രസാദപരാവസ്ഥയിലായിരിക്കാം. പിന്നെ ലഘുപാപങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് മനസ്തപിക്കുക, അനുദപിക്കുക. ഇനി ഭാഗിക ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കാവുന്ന പ്രാർത്ഥനകൾ എന്താണെന്ന് നോക്കാം. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ ഇപ്പോൾ ഈ നോമ്പുകാലത്ത് സിസ്റ്റർ നിങ്ങൾക്ക് അനുകരിക്കാൻ വേണ്ടിയിട്ട് വെളിപ്പെടുത്തുകയാണ്. ഉച്ചയ്ക്ക് ഊട്ടുമുറിയിലെ ഭക്ഷണം നമ്മൾ ഒരു നേരമില്ലെങ്കിൽ ഉച്ചയ്ക്ക് ഊട്ടുമുറിയിലെ ഭക്ഷണം മുട്ടിന്മേൽ നിന്ന് കഴിക്കുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ദിവസമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളോ നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ ആരും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്തു പോയ പാപങ്ങൾക്ക് അപ്പോൾ പരിഹാരം ചെയ്യുകയാണ്. ശരീരം കൊണ്ട് പരിഹാരം ചെയ്തു. ശരീരത്തിൽ ചെയ്ത പാപങ്ങൾ ശരീരം കൊണ്ട്, അതുകൊണ്ട് അതല്ലേ വേളാങ്കണ്ണിയിലൊക്കെ മുട്ടിന്മേൽ ചെയ്യുന്നത് നമ്മൾ പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭാഗിക ദണ്ഡവിമോചനങ്ങൾ പേഴ്സണലായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. വളരെ മറ്റുള്ളവരെന്ത് പറയും അത് നമ്മൾ നോക്കണ്ട. ഒന്നാമതായിട്ട് എത്രയും ദേളമാതാവ്, എത്രയും ദേളമാതാവേ എന്ന് നമ്മൾ ചൊല്ലുന്നത് ഭാഗിക ദണ്ഡവിമോചനം പ്രാപിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്. രണ്ടാമതായിട്ട് വിശ്വാസ പ്രമാണം. നമ്മൾ എത്രയോ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൂട്ടുന്നു, പക്ഷേ അതിങ്ങനെ ദണ്ഡവിമോചനം അങ്ങനെ നിയോഗം വെച്ച് നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ പാപങ്ങളുടെ പരിഹാരം. മൂന്നാമതായിട്ട് ഓരോ കാലഘട്ടത്തിൻ്റെതായ കർത്താവിൻ്റെ മാലാഖ, അതുപോലെ സ്വർലോക രാജ്ഞിയെ ആണെന്നുവെച്ചാൽ അത് ആ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ അത് ചൊല്ലുന്നത് ഭാഗിക ദണ്ഡവിമോചനമാണ്. പിന്നീടൊരു പ്രാർത്ഥനയാണ് മനസ്താപ പ്രകരണം. മനസ്താപ പ്രകരണം അത് നമുക്ക് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഓഫീസ് വർക്ക് ചെയ്യുമ്പോഴും അടുക്കളപ്പണി ചെയ്യുമ്പോഴും ഒക്കെ പ്രിയപ്പെട്ടവരെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ആരും അറിയുന്നില്ല മനസ്താപ പ്രകരണം. അതുപോലെ തന്നെ പരിശുദ്ധരാജ്ഞി എത്ര ചൊല്ലുന്നുവോ ഭാഗിക ദണ്ഡവിമോചനം. പിന്നെ വലിയ കുരിശടയാളം. നമ്മൾ ഇപ്പോൾ കുരിശടയാളമൊക്കെ ഇങ്ങനെയായി മാറി. പള്ളിയിൽ വരുമ്പോൾ വെറുതെ ഇങ്ങനെ കാണിക്കുക, എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ അപ്പം ഇങ്ങനെ കാട്ടി. ഇത് കുരിശടയാളമാണോ? കുരിശടയാളം എന്ന് പറയുമ്പോൾ എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇതാണ് വലിയ കുരിശടയാളം. ഇന്ന് കുരിശടയാളമൊക്കെ പരിഷ്കരിച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക. പള്ളിയുടെ അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചു. എന്ത് കുരിശടയാളം അത്? ഇങ്ങനെ കാട്ടി. ഒരാപത്ത് വരുമ്പോൾ ഈശോ ഇങ്ങനെ കാട്ടി. ഇത് കുരിശടയാളാണോ? ഇതൊക്കെ നിങ്ങൾ പലതും കണ്ട് അനുകരിക്കുന്നതാണ്. അപ്പോൾ വലിയ കുരിശടയാളം. മറിയത്തിൻ്റെ സ്തോത്രഗീതം ലൂക്ക 1:46 മുതൽ. മറിയത്തിൻ്റെ സ്തോത്രഗീതം ലൂക്ക 1:46 മുതൽ 53 വരെ നമ്മൾ എത്ര തവണ ചൊല്ലുന്നുവോ അത്രയും ഭാഗികമായ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കും. പിന്നെ നമുക്ക് മിശിഹായുടെ ആത്മാവെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരം ഇത് മുന്നേ ഒരിക്കൽ തിരുശരീരമേ. ഇനി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് വളരെയധികം ഓരോ നമ്മൾ വിശുദ്ധ ത്രൂതിൻ്റെ പ്രാർത്ഥനയുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ നിത്യവിശ്രമം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളുണ്ട്. അതുവഴി നമുക്ക് ഭാഗിക ദണ്ഡവിമോചനം ലഭിക്കും. അടുത്തതാണ് സങ്കീർത്തനങ്ങൾ 130. അഗാധത്തിൽ നിന്ന് കർത്താവെ ഞാൻ അങ്ങേ വിളിക്കുന്നു. സങ്കീർത്തനങ്ങൾ 130 സങ്കീർത്തനങ്ങൾ 51 ഇതിൽപ്പെട്ടതാണ് ഭാഗിക ദണ്ഡവിമോചനം. സങ്കീർത്തനങ്ങൾ 130 കർത്താവെ അഗാധത്തിൽ ഞാൻ അങ്ങേ വിളിക്കുന്നു. നമുക്ക് അറിയത്താണ് കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, ചെവിച്ചായ്ച്ച് എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ എന്നൊക്കെ നമ്മൾ പറയും. പിന്നെ സങ്കീർത്തനം 51 അനുതാപം. യേശുവിൻ്റെ തിരുഹൃദയ ലുത്തനിയ സിസ്റ്റർ അങ്ങനെ തന്നെ ഇട്ടിരുന്നു. നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടി ഈ വീഡിയോസിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വീഡിയോസും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇടുന്നതെല്ലാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. നോട്ട് ബുക്കിൽ എഴുതി വെച്ച് ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നോക്കണം.
അടുത്തതാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ലുത്തനിയ. അത് നിങ്ങളുടെ കയ്യിലില്ലാത്തവർക്ക് ജസ്റ്റ് ഇത് വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. യേശുവിൻ്റെ തിരുനാമത്തിൻ്റെ ലുത്തനിയ. അത് സിസ്റ്റിൻ്റെ ഈ വീഡിയോസിൽ കിടക്കുന്നുണ്ട്. 9 വർഷമായിട്ട് സിസ് നടത്തുന്ന യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ മൊത്തം നോക്കുമ്പോൾ സിസ്റ്റ് ഈ പറയുന്നതൊക്കെ അതിലുണ്ട്. ദൈവവിളിക്കായുള്ള പ്രാർത്ഥന, ദൈവവിളിക്കായുള്ള പ്രാർത്ഥന. ഇത് നമ്മൾ സഭ ചെയ്ത് അത് ദൈവവിളിക്കായുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ സഭ പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്, നമുക്ക് ഭാഗിക ദണ്ഡമോചനം ലഭിക്കുന്നു. അടുത്തതായി യേശുവിൻ്റെ തിരുരക്ത ലുത്തനിയ. പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ ലുത്തനിയ. കർത്താവിൻ്റെയും വിശ്വാൻ്റെയും കർത്താവിൻ്റെയും നമ്മളിങ്ങനെ ചൊല്ലുക. അടുത്തത് സകല വിശുദ്ധൻ്റെ ലുത്തനിയ. അപ്പം ഇതൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നോട്ട് ബുക്കിൽ ഇതൊക്കെ നമ്മൾ എഴുതി വെക്കണം. സിസ്റ്ററിൻ്റെ അവിടെ ഈ തവണ, അതായത് ഈ അടുത്ത 26, 27, 28, 26-ാം തീയതി വ്യാഴാഴ്ച 4 മണിക്ക് തുടങ്ങി 28-ാം തീയതി 4 മണിക്ക് ഉച്ചയ്ക്ക് കഴിയത്തക്ക വിധത്തിലുള്ള സിസ്റ്ററിൻ്റെ ത്രിദിന ധ്യാനം തൊഴു പാഠം ധ്യാന കേന്ദ്രം. സിസ്റ്റർ ഈ പ്രാർത്ഥനകളാണ് ഇപ്രാവശ്യം എഴുതി കൊടുക്കുന്നത് എല്ലാവർക്കും. അവരുടെ നോട്ട് ബുക്ക് നിറച്ച് ഈ പ്രാർത്ഥനകൾ എഴുതിയിട്ട് എല്ലാവരും ഭാഗിക ദണ്ഡവിമോചനം പ്രാപിക്കണം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോസ് മുഴുവനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, നിങ്ങൾ എഴുതി വെക്കണം. പിന്നെ മരിച്ചവർക്ക് വേണ്ടി ചൊല്ലുന്ന ഒപ്പീസ് ഭാഗിക ദണ്ഡവിമോചനം. പേഴ്സണൽ പ്രയർ അരമണിക്കൂർ. ക്രിസ്തുമസ്, പന്തക്കുസ്ത, അമലോത്ഭവ തിരുവാൾ എനിക്ക് നൊവേനകളിൽ പങ്കെടുക്കുമ്പോൾ ഭാഗിക ദണ്ഡവിമോചനം ലഭിക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ സഭൈക്യ പ്രാർത്ഥന, സഭൈക്യ പ്രാർത്ഥന. അപ്പം നമ്മളിപ്പോൾ ചൊല്ലിക്കഴിഞ്ഞു. ജനുവരി 31 വരെ 9 ദിവസം സഭൈക്യ പ്രാർത്ഥന നമ്മൾ ചൊല്ലിക്കഴിഞ്ഞു. ഇനി ഭാഗിക ദണ്ഡവിമോചനങ്ങളിലെ പ്രാർത്ഥനകളുണ്ട്, പ്രവർത്തികളുണ്ട്. ഇനി പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദാനധർമ്മം, കാരുണ്യ പ്രവർത്തികൾ, രോഗി സന്ദർശിക്കുക, അവർക്ക് സേവനം ചെയ്യാം. വെറുതെ സന്ദർശിച്ച് പോയാൽ, അപ്പോൾ മാനസിക രോഗികളാണെങ്കിൽ അവരെ കുളിപ്പിച്ചു, അവരെ മുടിയൊക്കെ ചെയ്യിക്കൊടുത്തു, വസ്ത്രം ധരിപ്പിച്ചു. അങ്ങനെയുള്ള നമ്മൾ രോഗി സേവനം, ഉപവാസം, പരിത്യാഗ പ്രവർത്തികൾ, ആശയടക്കം, മാസധ്യാനങ്ങളിൽ പങ്കെടുക്കുന്ന, പിന്നെ വചന പ്രഘോഷണത്തെ സഹായിക്കുന്നവരും സുവിശേഷ പ്രസംഗങ്ങൾ ശ്രവിക്കുന്നവരും. അപ്പോൾ നമ്മൾ പ്രേക്ഷിതരൊക്കെ നടക്കുമ്പോൾ അവർ നമ്മളെ സഹായിക്കുമ്പോൾ ഭാഗിക ദണ്ഡവിമോചനം കിട്ടുകയാണ്. അതൊന്നും അറിയാതെയാണ് സഹായിക്കുന്നത്. ഇനി കത്തോലിക്ക വിശ്വാസവും പ്രബോധനങ്ങളും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. ഇപ്പം കാറ്റഗിസം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, ഭാഗിക ദണ്ഡവിമോചനം. ഇനി ആദിമ ക്രൈസ്തവരുടെ സെമിത്തേരികൾ, ക്യാമ്പുകൾ സന്ദർശിക്കുക. ആദിമ ക്രൈസ്തവരുടെ അതൊക്കെ നമുക്ക് ചിലപ്പോൾ റോമിലേക്ക് അങ്ങനെയൊക്കെ പോകേണ്ടി വരും. ഇനി അടുത്തതായി റോമിലെ പാത്രിയാർക്കീസ് ദേവാലയങ്ങൾ സന്ദർശിക്കുന്നത്. അപ്പോൾ റോമിലേക്കൊക്കെ ഓടുമ്പോൾ നമ്മളതൊരു ടൂറായിട്ട് എടുക്കരുത്, അത് ഇതുപോലെയുള്ള തീർത്ഥാടനമായിട്ട് എടുക്കണം. പാത്രിയാർക്കീസ് ദേവാലയങ്ങൾ സന്ദർശിക്കുമ്പോൾ, ആദിമ ക്രൈസ്തവരുടെ ശവകുടീരങ്ങൾ സന്ദർശിക്കുമ്പോൾ, സിമിത്തേരി സന്ദർശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഭാഗിക ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ശുദ്ധീകരണാത്മാക്കളെ സഹായിക്കുന്ന പ്രാർത്ഥന ലിസ്റ്റ് പറഞ്ഞു, എന്താണെന്ന് പറഞ്ഞില്ല. വിശുദ്ധ ജത്രൂദിൻ്റെ പ്രാർത്ഥന, ഫാത്തിമയിലെ സുഹൃത്ത് ജപം, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ജപം, കരുണയുടെ ജപമാല, കരുണയുടെ ജപമാല. ഇതെല്ലാം പാപം വഴി ദൈവവുമായുള്ള ബന്ധം, നമ്മുടെ സഹോദരനുമായുള്ള ബന്ധം എല്ലാം തകർന്ന് നമ്മൾ നിത്യശിക്ഷയ്ക്കും താൽക്കാലിക ശിക്ഷയ്ക്കും നമ്മൾ അർഹരായി തീരുകയാണ്. അപ്പം അതിൽ നിന്നുള്ള മോചനവും കടങ്ങളുടെ പ്രതിക്കുമാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ കുംഭസാരത്തിലൂടെ പാപമോചനം ലഭിച്ചുവെങ്കിലും കടങ്ങളുടെ പൊറുതി ബാക്കിയുണ്ട്. അപ്പം അതിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം, മുഴുവൻ കേൾക്കണം, എഴുതി വെക്കണം, എപ്പോഴും അതെടുത്ത് വായിച്ച് ബൈഹാർട്ട് ചെയ്യണം. അപ്പോഴാണ് ഇനി ഇതിൽ സിസ്റ്റർ പറഞ്ഞതിൽ ചില പ്രാർത്ഥനകൾ നിങ്ങൾക്ക് കിട്ടാത്തത് ഉണ്ടാവും, അതെല്ലാം സിസ്റ്റർ വീഡിയോ ആയിട്ടിടാം. നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കണം. ധ്യാനത്തിന് വരുന്നവർക്ക് സിസ്റ്റർ ഇത്തവണ ടോക്കുകളല്ല അധികം ഈ പ്രാർത്ഥനകൾ എഴുതി കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ.